ഹലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു വട്ടലപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ട എടുക്കണം കേട്ടോ. ആ ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കരുത്. ഒരു 5 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കട്ടോ. നല്ലവണ്ണം അങ്ങോട്ട് ചൂടാവണ വരെയൊക്കെ അടിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് അടിച്ച് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് 250 ml ഒരു കപ്പ് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി വേണ്ടത് ഇതിലേക്ക് കരിപ്പെട്ടിയാണ് കേട്ടോ വേണ്ടത്. കരിപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ശർക്കര ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് ഞാൻ പൊടിച്ചത് ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ചിട്ട് ചേർത്തി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തേങ്ങാപ്പാലും ശർക്കരയും ആദ്യം മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്താം. പിന്നെ അല്ലെങ്കിൽ മുട്ടി നമുക്ക് വിസ്ക് കൊണ്ട് മിക്സിയിൽ അടിക്കണം എന്നില്ല, വിസ്ക് വെച്ചിട്ട് ഇതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ശർക്കര ഉരുക്കിയിട്ട് ചേർത്തി കൊടുക്കരുത്, ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തുക. അതുപോലെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടോ. ഒന്ന് ജസ്റ്റ് അടിച്ചാൽ മതി. ഇനി നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു കുഴിയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ. പരന്ന പാത്രമാകുമ്പോൾ നമുക്കിത് കട്ടിയിൽ തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കണത്. അപ്പോൾ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളിതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കരയും തേങ്ങാപ്പാലും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അരിച്ചതിന് ശേഷം പിന്നെ മുട്ടൻ്റെ മിക്സിലേക്ക് ചേർത്തിയാൽ മതി. അപ്പം ഞാനിത് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തത് കൊണ്ട് കല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ വെക്കാം. അപ്പോൾ സ്റ്റീമർ ഉള്ളവർക്ക് എടുക്കുക, ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലൊരു തട്ടിറക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ തന്നെ വെക്കണം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് അടിച്ച് വെക്കണം കേട്ടോ. ഒരു പാത്രം കൊണ്ടോ എന്തുണ്ടെങ്കിലും അടിച്ച് വെച്ചാൽ മതി. അല്ല ഞാൻ അതിൻ്റെ ആവിയൊക്കെ അതിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ഒരു പാത്രം കൊണ്ട് അടിച്ച് വെക്കണം. എന്നിട്ട് ഇത് അടിച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ 30 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ച വെള്ളം വറ്റി പോവാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ അതിന് കണ്ടിട്ട് വെള്ളം പിന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അടിയിൽ പാത്രത്തിൽ വെള്ളം വെക്കുന്ന സമയത്ത്. അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കി നമുക്ക് ഇതിൻ്റെ നടുവശം നമ്മൾ കേക്കൊക്കെ നടുവശമായി ഒന്ന് കുത്തി നോക്കില്ല, അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിന്മേലൊന്നും ഒട്ടി വരുന്നില്ല. ഞായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം പാടെ അടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ അളവിലാണെങ്കിൽ അരമണിക്കൂർ കൊണ്ടാവും. അങ്ങനെ ഇത് ഞാൻ ഇതിൽ നിന്ന് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് നല്ല തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ചൂടോടെ എടുത്താൽ അത് പൊടിഞ്ഞു പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് അരിവശമൊക്കെ ഞാൻ നല്ലവണ്ണം ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സെർവ് ചെയ്യുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ടാവുമ്പോൾ ഒന്നും പാടെ ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ടേസ്റ്റിലൊന്നും മാറ്റമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുഴിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും വേണം കേട്ടോ. പരന്ന പാത്രം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും പാടെ കട്ടിയിൽ കിട്ടണത്, അതാണ് അതിൻ്റെ ഭംഗി കേട്ടോ. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വട്ടലപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.